ഹലോ ഗൈസ്, അപ്പോഴേ ഇന്നത്തെ കലാപരിപാടി എന്ന് പറയുന്നത് ഒരു വാട്ടായി ഈറ്റിങ്ങയുടെയാണ് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പവും കിഴങ്ങ് കറിയും മുട്ട പുഴുങ്ങിയതുമായിരുന്നു. അപ്പോൾ 3 ഇടിയപ്പവും മുട്ട പുഴുങ്ങിയതും കൂടെ ഞാൻ ഫസ്റ്റിലെ അകത്താക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം ബാക്കിയുള്ള കലാപരിപാടികളൊന്നും നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ സാധിക്കാത്തത് മൂലം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളവും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേതാണ്ട് പുറത്തായിട്ട് നമ്മുടെ പൂച്ചക്കുട്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഇത്തിരി നേരം കളിപ്പിച്ചതിന് ശേഷം ഞാനും അമ്മയും നാത്തൂനും എല്ലാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം നമുക്ക് അച്ചപ്പം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ട്. ഉച്ചയായപ്പോഴത്തേക്ക് താണ്ട് അമ്മ വിഭവസമൃദ്ധമായിട്ടുള്ള ഊണ് കൊണ്ട് തന്നിട്ട് പറഞ്ഞ് കഴിക്കാൻ. അപ്പം ഇന്ന് അവിടെ നല്ല സൂപ്പർ കറികളായിരുന്നു കേട്ടോ. അവിയലും സാമ്പാറും മോരും മീൻകറിയും അച്ചാറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറികളായിരുന്നു എല്ലാം. അപ്പോൾ അതും അകത്താക്കിയതിന് ശേഷം ഞാനും ഞങ്ങളുടെ ആമിക്കുട്ടിയും കൂടി ജസ്റ്റ് ഒന്ന് വിശ്രമിച്ചു. അതിനുശേഷം ഞാൻ കണ്ടേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഫസ്റ്റ് ഞാൻ നോക്കിയത് കറണ്ട് വന്നിട്ടുണ്ടാകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നല്ല ചൂട് കട്ടൻ ചായയും മിക്സറും അതിൻ്റെ കൂടെ ഞങ്ങളുടെ അബിക്കുട്ടൻ ഒരു കേക്കിൻ്റെ പകുതിയും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സൂപ്പർ കേക്കാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു കേക്കാണിത്. 10 രൂപയ്ക്ക് നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ അതും തട്ടി വയറ്റിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം രാത്രി ആയപ്പോഴത്തേക്ക് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലായിരുന്നു. കറണ്ട് ഇല്ലാഞ്ഞത് കാരണം എനിക്ക് കറികളൊന്നും വെക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം നല്ല ചീനിയും മീൻകറിയും പിന്നെ നമ്മുടെ തല, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, മീൻകറിയുടെ തല, അതും വയറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ഓക്കെ, ടാറ്റാ.